മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാനുള്ള ചികിത്സകൾ പുരോഗമിക്കുന്നു. വി.എസിന്റെ ആരോഗ്യ പുരോഗതി വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം 11 മണിക്ക് ചേരും. രാഹുൽ ജി നാഥുണ്ട് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം. രാഹുൽ, വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അങ്ങനെ തന്നെ തുടരുകയാണല്ലോ, അതീവ ഗുരുതരമായി തുടരുന്നു എന്നതാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. മെഡിക്കൽ ബോർഡ് എപ്പോഴാണ് ചേരുന്നത്? ഈ സർക്കാർ ഡോക്ടർമാരുടെയും SUT ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ചേർന്നുള്ള ഒരു സംയുക്ത നടപടിക്രമങ്ങളാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ? തന്നെയാണ് ഇപ്പോൾ വിദഗ്ധ സംഘം, ഒപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 7 അംഗ സംഘം. അവരും ഈ ചികിത്സ എങ്ങനെ മുന്നോട്ട് പോകുന്നു, നിലവിൽ നൽകുന്ന ചികിത്സ അത് എത്തരത്തിൽ തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 3 ദിവസമായി മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വഴി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നെന്തായാലും 11 മണിയോടുകൂടി അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങും. ഈ നിലവിലിപ്പോൾ മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്ന കാര്യത്തിലാണ് പ്രതീക്ഷയുള്ളതെന്ന് ബന്ധുക്കളൊക്കെ പ്രതികരിക്കുന്നുണ്ട്. കാരണം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്, അപ്പോഴും ഈ വൃക്കകളുടെ പ്രവർത്തനവും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കാനാകുന്നില്ല. അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നിലവിൽ ഡോക്ടർമാരുള്ളത്. ഇപ്പോൾ ചികിത്സ എന്തായാലും വെന്റിലേറ്ററിൻ്റെ സഹായത്തിലാണ് തുടരുന്നത്. കഴിഞ്ഞ 3 ദിവസമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതീവ ഗുരുതരാവസ്ഥയിൽ ആരോഗ്യം തുടരുകയാണ്. അപ്പോഴും മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്ന കാര്യത്തിൽ അത് ശുഭകരമായ സൂചനയായി ഡോക്ടർമാർ കാണുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് 7 അംഗ സംഘം ഈ ചികിത്സ എത്തരത്തിൽ മുന്നോട്ട് പോകുന്നു, ഈ ചികിത്സയിൽ മാറ്റം വരുത്തണോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി വിദഗ്ധ സംഘവുമായി ചർച്ച നടത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ചികിത്സയ്ക്ക് നേതൃത്വം നൽകുകയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് നിലവിൽ ജീവൻ നിലനിർത്തുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. കുറച്ച് ദിവസങ്ങളായി അങ്ങനെ തന്നെയാണ് തുടരുന്നതും അതിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ്. രാഹുൽ ജി നാഥാണ് വിശദവിവരങ്ങൾ നൽകിയത്.